അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു വലിയ പെരുന്നാൾ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹദിയായ ഹാജറ ബീവിയുടെയുമൊക്കെ ത്യാഗോജ്വലമായ ജീവിതത്തെ സ്മരിപ്പിക്കുന്നതാണ് ഓരോ വലിയ പെരുന്നാളും. ഈ വലിയ പെരുന്നാൾ ദിനം എന്ന് പറയുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാഘോഷവും തീർത്തും ഇസ്ലാമികപരമായിരിക്കണം. ഒരിക്കലും ഹറാമായ രീതിയിലൂടെയുള്ള ആഘോഷങ്ങളൊന്നും തന്നെ നമുക്ക് പാടില്ല. ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. പുതിയ വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക, പള്ളിയിലേക്ക് നേരത്തെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിനായി പുറപ്പെടുക, സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരം ആ കൃത്യം നിങ്ങൾ നിർവഹിക്കുക. ഒരിക്കലും നിങ്ങളത് ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ധാരാളം തക്ബീർ വർദ്ധിപ്പിക്കുക. ഉളുഹിയ്യത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആട്, മാട്, ഒട്ടകങ്ങൾ ഒക്കെ കാണുന്ന സമയത്തും അവയുടെ ശബ്ദം കേൾക്കുന്ന സമയത്തും നമ്മൾ തക്ബീർ ചൊല്ലുക, ധാരാളം തക്ബീർ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ മഹത്തായ ഉളുഹിയ്യത്ത് കർമ്മം ഈ വലിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സുന്നത്താണ്, ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ് ഉളുഹിയ്യത്ത് കർമ്മം. ആ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുക. നമ്മളതിൽ പങ്കാളികളായിട്ടില്ലെങ്കിലും അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അത് വേണ്ട ആളുകളിലേക്ക് അത് വിതരണം ചെയ്യുന്ന സമയത്തും അത് കർമ്മം നടത്തുന്ന സമയത്തുമൊക്കെ നമ്മളവിടെ പങ്കുകൊള്ളുക, നമ്മളും അതിൽ ഭാഗവാക്കാകുക. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുക. ഈ ആഘോഷവേളകളിൽ ഒരിക്കലും തന്നെ നമ്മെ നന്നാക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി ഒരു യാസീന്, ഒരു ഫാത്തിഹയും, ഒരു ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഒക്കെ ഓതിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ദുആയിൽ ഒരിടം കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമുക്ക് ചേർത്താൻ കഴിയും. ധാരാളം അകന്നുപോയ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർക്കുക. അതുപോലെ തന്നെ അയൽ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ പരിസരത്തുമൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. അവരെയൊന്നും തന്നെ ഈ ആഘോഷവേളയിൽ നമ്മൾ മറക്കാൻ പാടില്ല. അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരെ നമ്മൾ സാന്ത്വനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, സന്തോഷങ്ങൾ കൈമാറുക, അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുക. അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുക, അത് കഴിക്കുക. അതുപോലെ തന്നെ ഈ മഹത്തായ വലിയ പെരുന്നാൾ ദിനത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും മറ്റ് പുണ്യങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. മഹത്തായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഹാജിമാർ, അവരെയും നമ്മൾ മറക്കാതിരിക്കുക, അവരെയും നമ്മുടെ ദുആകളിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തും ഇസ്ലാമികപരമായ രൂപത്തിലെ ആഘോഷങ്ങൾ കൊണ്ടാടുവാനും വരവേൽക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.